നമസ്കാരം. പ്രതിപക്ഷം ഏതു രീതിയിലാകും തങ്ങളെ ആക്രമിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മുഖ്യമന്ത്രി വി ഡി സതീശനും വി ഡി സതീശന്റെ പാർട്ടിയും ആകെ ഒരു തരിപ്പിലാണ്. അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എന്തിനേയും ഏതിനേയും ഒക്കെ എതിർക്കുന്ന ഒരു സമീപനമായിരുന്നു വി ഡി സതീശൻ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇവിടെ വി ഡി സതീശൻ നോക്കുമ്പോൾ അതായത് ജനകീയ പരിപാടികളെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു പ്രതിപക്ഷം, ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തെയാണ് വി ഡി സതീശൻ കാണുന്നത്. അപ്പൊ ഇതാണല്ലേ പ്രതിപക്ഷം എന്നിപ്പോൾ വി ഡി സതീശന് തോന്നുന്നുണ്ടാകും. ഏതു രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത്? അതായത് ഈ സർക്കാർ ജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള എന്ത് ചെയ്താലും ഞങ്ങൾ അനുകൂലിക്കും, പക്ഷേ ജനവിരുദ്ധമായാൽ ഞങ്ങൾ വിമർശിക്കും എന്നാണ് പറയുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് മുതൽ ഒരു വലിയ മാതൃക, ഒരു മോഡൽ കാണിച്ചു വരുന്നുണ്ട് പ്രതിപക്ഷം. വി ഡി സതീശനാകട്ടെ ആകെ ഭയപ്പാടിലാണ്. അതായത് വി ഡി സതീശനെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത്, വി ഡി സതീശനെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലാഴ്ത്താൻ പോകുന്നത് അതായത് ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയാണ്. ഇന്നലെ തന്നെ രണ്ട് പ്രഖ്യാപനങ്ങൾ, സാമ്പിൾ വെടിക്കെട്ട് വി ഡി സതീശൻ പൊട്ടിച്ചു നോക്കി. ഏത് രീതിയിലാകും ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുക എന്നറിയാൻ. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് യു ഡി എഫിന് നന്നായി അറിയാം. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും യു ഡി എഫിന് അറിയാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ട് രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇന്നലെ വി ഡി സതീശൻ നടത്തി. രണ്ടും തിരിച്ചടിച്ചു. ഒന്ന്, അതായത് ആശമാരുടെ ഓണറേറിയം 21,000 ആക്കാമെന്ന് പറഞ്ഞ നുണ പൊളിഞ്ഞു. വെറും 3,000 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. രണ്ടാമത്തെ നുണ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം മുതൽ തന്നെ വനിതകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായി KSRTC-യിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ജൂൺ 15 മുതൽ അതിനുള്ള സൗകര്യമൊരുക്കും എന്ന് പറയുന്നു. അതിന്റെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി മാറി പോകുന്നു. എന്തായാലും ഇത് വലിയ വിമർശനത്തിന് വിധേയമാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ എന്താണ് പ്രതികരണം എന്ന് നമുക്ക് ആരായുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജനങ്ങൾ അതായത് ഇവർ സത്യത്തിൽ ഞങ്ങളെ പറ്റിച്ചു എന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് എങ്ങാണ്ടും വിചാരിച്ച് അടിച്ചിറക്കിയ ഒരു ഗ്യാരണ്ടി സാധനമാണോ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പോലും ഇപ്പൊ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമല്ലോ. ഇനിയിപ്പോ ഇതിനെപ്പറ്റി പഠിക്കട്ടെ, പഠിച്ച ശേഷം അത് പ്രാവർത്തികമാക്കാം എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അപ്പൊ ഇതൊന്നും എങ്ങനെ നടപ്പിലാക്കണം എന്നറിയാതെയാണോ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വെച്ച് എഴുതി പിടിപ്പിച്ചത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോ ചക്കയിട്ടപ്പോ ഞാനിപ്പോൾ പറയാനുള്ള മൊയിലെത്തു എന്ന് പറയുന്നത് പോലെയാണ് യു ഡി എഫിന് അധികാരം കിട്ടിയത്. ഇപ്പൊ ഇത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് അറിയില്ല. ഇപ്പൊ ആശമാർ, റിയൽ ആശമാർ കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നൊരു കാര്യം വി ഡി സതീശന് മനസ്സിലായിരിക്കുന്നു. അപ്പൊ വി ഡി സതീശൻ എന്താണ് ചെയ്യുന്നത്? ഈ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു സംഘത്തെ അവിടെ കൊണ്ടുപോയി ഇറക്കിയിരുന്നല്ലോ. അതായത് ഈ SUCയുടെ നേതാക്കൾ, മിനിയും ബിന്ദുവും ഒക്കെ അടങ്ങുന്ന സൂസിമാരെന്ന് വിളിക്കുന്ന ഒരു സംഘം, അവരെ വെച്ച് ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. 3,000 രൂപ കിട്ടി, ഈ 3,000 രൂപ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലാണ്, ആശമാരെ സന്തോഷിപ്പിൻ എന്നൊക്കെ അടിച്ചു നോക്കി. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഞങ്ങൾ ഒട്ടും സംതൃപ്തരല്ല എന്ന് ആശമാർ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് 21,000 രൂപ പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്, ഞങ്ങളെ പറ്റിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതിനേക്കാൾ വലിയ വലിയ നുണകൾ ഇപ്പോൾ മുഖ്യമന്ത്രി സതീശൻ പറയുന്നു എന്ന രീതിയിൽ ഇങ്ങനെ ഇപ്പോൾ ആശമാർ പറയുന്ന കാഴ്ച കാണുകയാണ്. ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത് മുതൽ, അതായത് ഈ സമരമായിട്ട് അവർ അവിടെ ചെന്നാൽ ആ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത് മുതൽ വി ഡി സതീശൻ ആടിയുലയുമെന്ന് നന്നായി സതീശൻ അറിയാം. പിണറായി വിജയൻ മാത്രമാണ് ഇനി ആശമാരുടെ തുണയെന്നും വി ഡി സതീശൻ അറിയാം. ആശ്രയം തേടി വരുന്നവർക്ക് മുമ്പിൽ പിണറായി വിജയൻ കൈമലർത്താറില്ല. അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴും അതിനേക്കാൾ ട്രിപ്പിൾ സ്ട്രോങ് ആയിരിക്കും പിണറായി എന്ന് നന്നായി വി ഡി സതീശൻ അറിയാം. തന്നെ എങ്ങനെ താഴെ ഇറക്കണമെന്ന് നന്നായി പിണറായി വിജയൻ അറിയാമെന്ന് വി ഡി സതീശൻ അറിയാം. പിണറായി വിജയൻ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ നിന്ന് തെല്ലും വിട്ടുവീഴ്ച നടത്തില്ലെന്നും വി ഡി സതീശൻ അറിയാം. അതുകൊണ്ട് വി ഡി സതീശൻ ഏറ്റവും വലിയ ഭയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയാണ്. പിണറായി വിജയൻ സഭയിലെത്തിയാൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ഭയം വി ഡി സതീശനെ അങ്ങനെ വല്ലാതെ ഇങ്ങനെ പിടിച്ച് കുലുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി സത്യത്തിൽ ആഭ്യന്തരം പോലും ഇല്ലാത്ത, ഒരു പവറും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്നൊരു ആക്ഷേപം കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാത്ത മുഖ്യമന്ത്രി എന്ന ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപം കൂടി ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ കേൾക്കേണ്ടി വരുന്നത്. അങ്ങനെ UDF കപ്പൽ മുങ്ങുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല. ഏകദേശമൊക്കെ ആടി ഉലഞ്ഞ് മുങ്ങുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. 5 വർഷമാകുമ്പോഴത്തേക്കും എന്താകും അവസ്ഥ എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ
പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല പിള്ളേർക്ക്, വൈകുമെന്നാണ് അറിയുന്നത്. നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ ഉള്ളതുപോലെ ഏത് UDF-ന്റെ കാലത്തുണ്ടായിരുന്ന പോലെ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് പഠിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? പെട്രോളിനും ഡീസലിനും വില വാളം വിട്ട പോലെ കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ തൂർത്ത് സ്റ്റാർട്ട് ചെയ്തു. മന്ത്രിമാരുടെ മന്ദിരങ്ങളൊക്കെ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പോ ഖജനാവിൽ നിന്ന് എടുത്തങ്ങ് പൊട്ടിക്കുകയാണ് നമ്മുടെ നികുതി പണി. എന്തൊക്കെയാണല്ലേ, എന്തൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്നൊരു സർക്കാരാണ് UDF സർക്കാർ. വന്നപ്പോ തന്നെ മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടിയുള്ള അടി, ഇപ്പൊ മന്ത്രി വകുപ്പുകൾക്ക് വേണ്ടിയുള്ള അടി, എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും പ്രതിപക്ഷത്തിന് ഈസി ആയിട്ട് നല്ല രീതിയിൽ കളിച്ചാൽ ഭരണപക്ഷത്ത് എത്താൻ കഴിയും. മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചാണ് പ്രതിപക്ഷത്തിന് എന്തായാലും ഇപ്പോൾ ഭരണപക്ഷത്തെ താഴെ ഇറക്കാൻ കഴിയുക. എന്തെന്ന് വെച്ചാൽ അതേ ഫോർമുല തന്നെയാണ്, നുണകൾ കലക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തെത്താൻ വേണ്ടി കഴിഞ്ഞ തവണ പയറ്റിയത്. പക്ഷേ ഇവിടെ നുണകൾ വെച്ച് പയറ്റരുത്, ഇവിടെ സത്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് സത്യസന്ധമായി പയറ്റിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ സത്യങ്ങൾ ജനങ്ങൾ എത്തിച്ചുകൊണ്ട് വേണം പയറ്റാൻ. അങ്ങനെ പയറ്റിയാൽ അധികാരത്തിൽ കയറിയാൽ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങേണ്ടി വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ. അതായത് 5 വർഷം കൊണ്ട് VD സതീശൻ സർക്കാർ ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ നിലംപരിശാകും. ഇപ്പൊ തന്നെ KSRTC-യുടെ ഒക്കെ അവസ്ഥ എന്താകാൻ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെ ഈ KSRTC എന്ന് പറയുന്ന ആ മേഖലയെ VD സതീശൻ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. എത്രയധികം ആളുകളാണല്ലേ KSRTC-യിൽ വർക്ക് ചെയ്യുന്നത്. ആ ജീവനക്കാരെ ഒന്നും പട്ടിണിയിലാക്കരുതെന്ന് ഒരു റിക്വസ്റ്റ് മാത്രമാണ് മുഖ്യമന്ത്രി VD സതീശനോട് പറയാനുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങളുടെ അങ്ങേയറ്റം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാണേണ്ടി വരും. അതായത് നഴ്സുമാർക്ക് 45,000 രൂപ വെച്ച് കൊടുക്കാം, അതായത് ശമ്പളം, അതിന് മിനിമം ശമ്പളമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ എല്ലാ ഇടങ്ങളിലൊക്കെ കയറി പല തള്ളും തള്ളിയിട്ടുണ്ട്. ഈ തള്ളൊക്കെ തള്ളിയത് തിരിച്ചടിക്കാൻ പോവുകയാണ്. പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി അടിച്ചടി മുഴുവൻ ഉൾട്ടയായി VD സതീശന് തന്നെ കൊള്ളുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല VD സതീശൻ ഇപ്പോ അധികാരത്തിൽ കയറിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അടി മാത്രമേ ഉള്ളൂ, ഈ വെടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ള കാര്യം നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, ഞങ്ങൾ എങ്ങനെയാണ് ഭരണപക്ഷത്തെത്തിയതെന്ന് അവർക്കും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് നുണകൾ പൊളിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇന്നിപ്പോ തന്നെ ഞാൻ M സ്വരാജിന്റെയും ശൈലജ ടീച്ചറിന്റെയും ഒക്കെ 2-3 വാർത്താ ക്ലിപ്പുകൾ കണ്ടു. അതിൽ ശൈലജ ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശൈലജ ടീച്ചറിനെ പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ വിമർശനം ഉണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ടീച്ചർ. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്നത്, CPI-നെ നയിക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മാത്രമേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിൽ നിന്നു. അപ്പോ അത്രയും തലമുതിർന്ന ഒരു നേതാവ് ജയിച്ചു വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയോ പാർട്ടി നേതൃത്വത്തെയോ മനസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല. അത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ സമൂഹം കണ്ട് ശീലിച്ചിട്ടുള്ളത് പലപ്പോഴും വലതുപക്ഷ രീതികളാണ്. ഇപ്പോ UDF-ന് ഒരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരിലേക്കെങ്കിലും ഇട്ട് അവരെ കുറ്റവിചാരണ ചെയ്ത് പിടിച്ചു പുറത്താക്കും. നമ്മളത് കണ്ടതാണ്. ഇപ്പോ 2016-ൽ UDF പരാജയപ്പെട്ടപ്പോ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി മാറ്റുന്നത് പുതിയൊരു പ്രതിപക്ഷ നേതാവ്. 2021-ൽ പരാജയം ആവർത്തിച്ചപ്പോൾ ഇത് വീണ്ടും നമ്മൾ കണ്ടു. KPCC പ്രസിഡന്റിനെ പെട്ടെന്ന് മാറ്റുന്നത് അതൊക്കെ ഒരു വലതുപക്ഷ രീതിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടി വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ്, കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ഇവർ ഈ ഏകാധിപത്യം എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ അത് അവർക്കാണ് ബാധകമാവുന്നത്. അതുകൊണ്ടാണ് അവർ പരാജയങ്ങൾ നേരിടുമ്പോൾ പരിഭ്രാന്തരാകുന്നു, ഒരു നേതാവിനെ പിടിച്ചങ്ങ് മാറ്റുന്നു. ആ നേതാവാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് പറയുന്നു. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്, വലതുപക്ഷ സമീപനമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൂട്ടായിട്ടാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല. ഇപ്പോ സെക്രട്ടറി മാത്രമല്ല CPM-നെ നയിക്കുന്നത്, കൂട്ടായ നേതൃത്വമാണ്. അതിന് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോ ഞങ്ങൾക്ക് പരാജയം വരുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ അത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിലിട്ടിട്ട് ഈ പരാജയത്തിൽ ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറയുന്ന രീതിയല്ല. ഇങ്ങനെ തന്നെ വേണം. നുണകൾ ഓരോന്ന് പൊളിച്ച് വളരെ മാധ്യമങ്ങളുടെ മുമ്പിൽ അല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വിശദീകരിച്ച് തന്നെ പോകണം പ്രതിപക്ഷത്തിൽ നിന്ന് ജനം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ പ്രതിപക്ഷം ഹീറോ ആയി മാറും, ഭരണപക്ഷം സീറോ ആയി മാറും.